തൃണമൂൽ കോൺഗ്രസ് വിട്ട PV അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നേരത്തെ മുതലേ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. 15 മെയ് 15 പാർട്ടി പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തോട്ട് വരത്തുള്ളൂ. അല്ലെ കൂടുതൽ വിവരങ്ങൾ ഈ 15-നുള്ളിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 15-ാം തീയതി ആണെന്ന് തോന്നുന്നു ഡിക്ലറേഷൻ വരിക. അപ്പം ഈ പാർട്ടി CPIM വിമത രാഷ്ട്രീയത്തിലായിരിക്കും എന്ന് ഒരു സൂചന വരുന്നുണ്ട്. അതായത് CPM വിട്ട വിമുക്ത നേതാക്കളെ ചേർത്ത് നിർത്തി UDF-നൊപ്പം നിലയുറപ്പിക്കുന്ന ഒരിടത്തായിരിക്കും ഈ പാർട്ടി ഉണ്ടാവുക. അതിനു വേണ്ടിയിട്ട് ഈ CPM എന്ന് പറയുന്ന പാർട്ടി വിട്ടു വന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, G സുധാകരൻ, ഇവരുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അല്ല, ഇപ്പൊ റിയൽ ലെഫ്റ്റ് എന്നുള്ള പേരിലാണ് ഇപ്പൊ ഈ PV അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ PV അൻവറിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ചുകൊണ്ട് പോകുന്നവരെല്ലാം അവതാളത്തിൽ ചെന്ന് അവസാനിക്കും. ഇപ്പം CMB പോലെ ഒരു പാർട്ടി, അല്ലാന്നുണ്ടെങ്കിൽ RMB പോലെ ഒരു പാർട്ടി, JSS പോലെയുള്ള ഒരു പാർട്ടി. നമ്മൾ ആലോചിക്കേണ്ടത്, CMB രൂപീകരിച്ചത് ഈ പറയുന്ന CP ജോണോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ട് പിണങ്ങി പിരിഞ്ഞ് ഈ പറയുന്ന പല പാർട്ടികളിൽ പോയി തെണ്ടിത്തിരിഞ്ഞ് വന്ന ഒരാളൊന്നുമല്ല. MV രാഘവനാണ് CMB പോലെ ഒരു പാർട്ടി ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയത്. എന്നിട്ട് ആ സമയത്താണ് നമ്മൾ MV ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആളുകൾ അതിലേക്ക് പാർട്ടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ ശ്യാമള ടീച്ചർ ഇടപെട്ടിട്ട്, അതായത് MV ഗോവിന്ദൻ മാഷിന്റെ ഇപ്പൊ തളിപ്പറമ്പിൽ മത്സരിക്കുന്ന പിന്നെ ശ്യാമള ടീച്ചറാണ് അന്ന് ഇടപെട്ടുകൊണ്ട് MV ഗോവിന്ദൻ മാഷിനെ തടഞ്ഞത്. നിങ്ങൾ പോകാൻ പാടില്ല പാർട്ടി വിട്ടിട്ട്, CPM വിട്ടിട്ട്. അന്നും ഈ പറയുന്ന CMB നേതാവായ MV രാഘവൻ പറഞ്ഞു, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ച് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നിന്നെ വിടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞ് വളരെ രാഷ്ട്രീയ മാന്യതയുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു MV രാഘവൻ എന്ന് പറയുന്ന സഖാവ്. അപ്പം അവരൊക്കെയാണ് ഇപ്പൊ RMB രൂപീകരിച്ചത്. ഇതുപോലെ വിമത ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് പോയ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു നേതാവാണ് RMB എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, അല്ലെ പാർട്ടി ഉണ്ടാക്കുന്നത്. JSS എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് ഗൗരിയമ്മ എന്ന് പറയുന്ന അതിശക്തയായ ഒരു വനിതാ നേതാവാണ്. അന്നത്തെ കാലത്ത് ഒരു വനിതാ നേതാവ് ഇറങ്ങി നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണ്. അവർ തൻ്റെ ഇടം ആലോചിച്ച് നോക്കണം. അവർക്കൊപ്പം കൂടെ നിൽക്കാൻ ആൾക്കാരും ഉണ്ടായിരുന്നു. അതാണ് ആ കാലഘട്ടത്തിലൊക്കെ വിമത രാഷ്ട്രീയ അല്ലെങ്കിൽ വിമത പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതാണോ PV അൻവറിന്റെ രീതി? അല്ല, അത് PV അൻവറിന്റെ രീതിയല്ല. PV അൻവറിനെ നമുക്ക് അറിയാവുന്ന എങ്ങനെയാണ്. PV അൻവർ സൗത്ത് ആഫ്രിക്കയിൽ സ്വർണ്ണഖനി നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് PV അൻവർ. അതിനുശേഷം അദ്ദേഹം പിന്നെ ഈ പറയുന്ന പൊന്നാനി അടക്കമുള്ള ഏറനാട് അടക്കമുള്ള പല മണ്ഡലങ്ങളിലും മത്സരിച്ച ഒരാൾ ഏറ്റവും ഒടുവിൽ നിലമ്പൂരിൽ നിന്ന് MLA ആയി മാറുകയും ചെയ്ത ഒരു നേതാവാണ്. ആ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ നേതാവ് പിന്നീട് എന്താ ഇരിക്കും കൊമ്പ് മുറിക്കുന്ന പരിപാടിയല്ലേ PV അൻവർ കാണിച്ചത്? അല്ലെ, ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ PV അൻവർ ചെയ്യേണ്ടിയിരുന്നത് എന്താ? അവിടെ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, അതായത് കാലാവധി കഴിയുന്നു. ഇപ്പൊ ഈ പറയുന്ന 2026 കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ PV അൻവർ മര്യാദയ്ക്ക് അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ മുന്നണി മാറ്റ ചർച്ചകളിലേക്ക് പോകണമായിരുന്നു. PV അൻവർ അതല്ല ചെയ്തത്. ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ആ മുന്നണിയിലെ സ്വതന്ത്രനായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ PV അൻവർ മറ്റൊരു രീതിക്കാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന പല നേതാക്കന്മാരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പൊ മുഹമ്മദ് റിയാസിനെയൊക്കെ കുറ്റം പറയേണ്ട ആവശ്യം എന്തായിരുന്നു? അപ്പം ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു നേതാവ് എന്നുള്ള ഒരു രീതിയിലാണ് PV അൻവറിനെ ഇപ്പൊ കാണുന്നത്. PV അൻവർ പറയുന്നത് PV അൻവറിന് ഭയങ്കര ആരാധകർ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവരെയൊക്കെ കൂടെ ചേർത്ത് നിർത്താനാണ് നോക്കുന്നത്. ഇപ്പൊ ഞാനും ചോദിക്കട്ടെ, ഇപ്പം ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന നേതാവുണ്ട്. ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇനി കൊണ്ട് എന്ത് ചെയ്യാനാണ്? അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിനെ അല്ലെങ്കിൽ നേതാവിനെ കൊണ്ട് നിർത്തിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്നുണ്ടോ പയ്യന്നൂർ മണ്ഡലത്തില്? ഇല്ല. G സുധാകരൻ എന്ന് പറയുന്ന 78 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു നേതാവിനെ അടുത്ത പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് ഈ PV അൻവർ ക്ഷണിച്ചു കഴിഞ്ഞാൽ? അല്ല. TK ഗോവിന്ദൻ മാസ്റ്ററും അതേ പ്രായത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ സാധിക്കും. പിന്നെ എന്തിന് ഇവര് ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ ആണെന്നുണ്ടെങ്കിലും TK ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിലും സുധാകരനാണെങ്കിലും G സുധാകരനാണെങ്കിലും എന്തിന് പോകണം? എന്തിന് പാർട്ടി വിട്ട് അല്ലെങ്കിൽ എന്തിന് പിന്നെ ഇയാൾക്കൊപ്പം ചേരണം PV അൻവറിനൊപ്പം? രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിരുന്നെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ ഒരു നല്ല ഒന്നാമതൊരു പാർട്ടി ഉണ്ടായിരുന്നില്ലേ? G സുധാകരനാണെങ്കിലും പിന്നെ ഈ TK ഗോവിന്ദൻ മാസ്റ്റർക്ക് ആണെങ്കിലും അങ്ങോട്ട് നീങ്ങിയാൽ കുഞ്ഞികൃഷ്ണൻ സഹാവനാണെങ്കിലും ഈ 3 പേർക്കും ശക്തമായൊരു പാർട്ടി ഇല്ലായിരുന്നു അവർക്ക് ബാക്കപ്പ് ചെയ്യാൻ, അവർക്ക് പ്രവർത്തിക്കാൻ. നിയമസഭയിൽ സീറ്റ് കിട്ടി അല്ലെങ്കിൽ MLA ആവുകയാണെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ വേറൊരു പാർട്ടിയുടെ ആവശ്യം അവർക്ക് വരുന്നത്, അല്ലെ? അതിന് വേണ്ടിയിട്ടല്ലേ ആവശ്യം വരുന്നത്. ഇനിയും അങ്ങനെ തോറ്റുപോയ സാഹചര്യത്തിൽ പിന്നീട് 5 വർഷം എന്തിനാണ് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അവർ പ്രവർത്തിക്കേണ്ട ആവശ്യം?
അങ്ങനെ ഒരു ആവശ്യം ഇല്ല നിലവിൽ. പിന്നെ പ്രതിഭയെ പോലുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ചെറുകുറുക്കുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ PV അൻവറിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചുകൊണ്ട് സകലമാന പാർട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് PV അൻവറിന്റെ പാർട്ടിയിലേക്ക് കയറുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല. പ്രതിഭയെ പോലുള്ള ഒരാൾക്ക് എന്തിനാണ് ഇപ്പം നിലവിൽ പ്രതിഭയ്ക്ക് അർഹിക്കുന്ന എല്ലാ പ്രാധാന്യവും CPM എന്ന് പറയുന്ന പാർട്ടി കൊടുത്തിട്ടുണ്ട്. കാരണം വീണ്ടും അവിടെ നിന്ന് മത്സരിക്കുകയാണ് കായംകുളത്ത് നിന്നിട്ട്. ആ പ്രതിഭയെ എന്തിനു പോണം? ഇത്രയും അധികം അവസരങ്ങൾ പ്രതിഭയ്ക്ക് കൊടുത്തു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ 3-ാം തവണയാണ് മത്സരിക്കുന്നത് പ്രതിഭ. ആദ്യം ലിജുവിനെ പരാജയപ്പെടുത്തി, അതിനുശേഷം എനിക്ക് CK സദാശിവന് ശേഷം പ്രതിഭ വരുന്നത് ലിജുവിനെ പരാജയപ്പെടുത്തുന്നു, അരിതാ ബാബുവിനെ പരാജയപ്പെടുത്തുന്നു. വീണ്ടും മൂന്നാം തവണയുടെ മത്സരത്തിൽ ഇറങ്ങുകയാണ് പ്രതിഭ. അപ്പൊ പ്രതിഭയ്ക്ക് പരമാവധി അവസരങ്ങൾ കൊടുത്ത ഒരു പാർട്ടി CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ തള്ളിക്കളഞ്ഞിട്ട് എന്തിനാണ് PV അൻവറിനോടൊപ്പം പോകുന്നത്? എന്ത് ഗുണമുണ്ട് അതുകൊണ്ട്? ഒരു ഗുണവും ഇല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറയാം, സജി മഞ്ഞക്കടമ്പിന്റെ അവസ്ഥ എന്താ? സജി മഞ്ഞക്കടമ്പില് കേരള കോൺഗ്രസിനകത്ത് നിന്നിരുന്നെങ്കിൽ ഇത്തവണ കോട്ടയത്ത് ഒരു സീറ്റ് ഉറപ്പല്ലായിരുന്നോ? എന്നിട്ട് ഇവിടെ പോയിട്ട് എന്തായി? സജി മഞ്ഞക്കടമ്പിലിന് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയോ? പോട്ടെ, UDFന്റെ ഏതെങ്കിലും ഒരു വേദിയിൽ കയറി തനിക്ക് പറയേണ്ട കാര്യം പറയാനുള്ള അവസരം കിട്ടിയോ? അതുപോലും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയിലേക്ക് PV അൻവറിന്റെ പാർട്ടിയിലേക്ക് എന്തിനാണ് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നും അസ്വസ്ഥർ എന്ന് പറയുന്ന ആൾക്കാർ പോകുന്നത്? ഇപ്പം അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടയിൽ പലരും പാർട്ടി വിടണമായിരുന്നു. അങ്ങനെ ആരെങ്കിലും പാർട്ടി വിട്ടിട്ടുണ്ടോ? വിട്ടിട്ടുള്ളവർ ഈ പറയുന്ന ഈ രാഷ്ട്രീയമായി ഏകദേശം അവരുടെ ഭാവി ഇനി ഇല്ല എന്ന് തോന്നിയ കുറച്ച് നേതാക്കന്മാരല്ലാതെ മറ്റാരെങ്കിലും പാർട്ടി വിട്ടു പോയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ആരും ഇപ്പൊ അങ്ങനെയാണ് AN ഷംസീർ നാളെ പറയാണ് ഞാൻ പോവാണ്, അമ്പുക്കാടെ കൂടെ പോവാണെന്ന് ഷംസീർ പറഞ്ഞാൽ ഓക്കെ, നമുക്കതിനെ അംഗീകരിക്കാം. M സ്വരാജ് പറയുകയാണ് ഞാൻ PV അൻവറിനൊപ്പം പോവാണെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് പാർട്ടിക്ക് ഉണ്ടാക്കാവുന്ന നഷ്ടം വളരെ വലുതാണ്. കാര്യം ഇപ്പം ഷംസീർ പോയാലോ, മുഹമ്മദ് റിയാസ് പോയാലോ, അല്ലാന്നുണ്ടെങ്കിൽ VK സനോജ് പോയാലോ, V വസീഫ് പോയാലോ, ഇങ്ങനെ വരുന്ന ഒരു പിടി നേതാക്കന്മാരുണ്ട്. ഇപ്പൊ P ആഷോ വരെ നിൽക്കുന്ന ഒരു പിടി നേതാക്കന്മാരുണ്ട്. ഈ നേതാക്കന്മാരല്ലെങ്കിൽ ഇവരൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് പറയാം അത് CPM-നുണ്ടായ കനത്ത നഷ്ടമാണ് എന്ന് നമുക്ക് പറയാം. കാര്യം അവര് ഇടതുപക്ഷത്തിന്റെ നാളെ വളർന്നു വരുന്ന നേതാക്കന്മാരാണ്. ഇപ്പൊ ബിനോയ് വിശ്വം പോയാൽ പറയാം, ബിനോയ് വിശ്വം പോയി, പാർട്ടി വിട്ടുപോയി എന്ന് പറയാം. അതൊരു നഷ്ടമാണ്. CPI പോലൊരു പാർട്ടിക്ക് വളരെ വലിയ നഷ്ടമാണ്. P പ്രസാദ് പോയി, നഷ്ടമാണ്. K രാജൻ പോകുന്നു, VS സുനിൽകുമാർ പോകുന്നു, ഇവരൊക്കെ പോയാൽ പാർട്ടിക്ക് നഷ്ടം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒന്നില്ല. ഈ പറയുന്ന പോലെ പ്രായാധിക്യം കൊണ്ട് മാറി നിൽക്കുന്ന, അസ്വസ്ഥരായി നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരെ മാത്രമാണ് PV അൻവർ തെരഞ്ഞു പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നത്. പിന്നെ ഈ പറയുന്ന മുട്ടയടിക്കുന്ന പരിപാടി, ഈ PV അൻവറിന്റെ സമയത്തുള്ള PV അൻവർ ഇപ്പൊ മുട്ട അസോസിയേഷൻ ഇപ്പം അങ്ങനെയൊക്കെ കേസുമായിട്ട് പോയിട്ടുണ്ട്. മുട്ടയടിച്ച് ഇപ്പൊ അവര് പറയുന്നത് മുട്ടയടിച്ച് കാതിൽ കടുക്കനിട്ടുകൊണ്ട് കമ്മലിട്ടുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫ്രീക്ക് പയ്യന്മാർ ചെയ്യുന്ന പരിപാടിയാ. അപ്പോ പയ്യനാവാനാണോ ശ്രമിക്കുന്നത്? ഇനി അഥവാ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യ തല മുട്ട അടിക്കണം. അതാണ് ഈ ഒരു ബെറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാനാണെങ്കിലും ആരാണെങ്കിലും പോയി തല മുട്ട അടിച്ചിട്ട് കടുക്കനൊക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ താടി നിർത്തി ഇത് മുട്ട അടിച്ച് കടുക്കനിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു സ്റ്റൈലായി, അതൊരു ട്രെൻഡ് സെറ്റിംഗ് ആകും. അപ്പൊ അങ്ങനെയല്ല. അങ്ങനെ അത് ഈ പറയുന്ന പോലെ PV അൻവർ ചെയ്യേണ്ടത് പകുതി മുട്ട അടിച്ചു വെച്ചുകൊണ്ട് കോഴിക്കോട് മാനാഞ്ചിറയിലും റെയിൽവേ സ്റ്റേഷനിലും പാളയത്തും ഒക്കെ ആയിട്ട് മുട്ടായി തെരുവിലും ഒക്കെ കയറി നടക്കുക എന്നുള്ളതാണ് PV അൻവർ ചെയ്യേണ്ടത്. അതുകൊണ്ട് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു രാഷ്ട്രീയ പാർട്ടി, റിയൽ ലെഫ്റ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന സാധനമൊന്നും നടപ്പിലാകാൻ പോകുന്ന കാര്യമൊന്നുമല്ല. അതൊരു പക്ഷേ ഈ പറയുന്ന എവിടെയെങ്കിലും പിണങ്ങി പിരിഞ്ഞ് വല്ല പ്രാദേശിക നേതൃത്വത്തിൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽ അങ്ങാണം നിൽക്കുന്ന ഏതെങ്കിലും CPM-കാരെ കിട്ടിയാൽ കിട്ടി. അല്ലാതെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഇന്ന് എന്താ പറയാ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളെ പോലും പാർട്ടിയിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. KK രമയായിട്ട് ചർച്ച നടത്തി എന്നാണ് പറയുന്നത്. KK രമ എന്ന് പറഞ്ഞ ഈ RMP എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കിയ KK രമയുടെ കെട്ടിയവനാണെന്നേ. DP ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ പാർട്ടിയാ. ആ പാർട്ടി കളഞ്ഞിട്ട് KK രമ ഇവിടേക്ക് പോവോ? ഇല്ല. ഇപ്പോ അയ്യോ PV അൻവർക്ക് വിളിക്കുന്നത്, എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പോവോ? ആരാണ് ഭാവി കളഞ്ഞിട്ട് പോകുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ അത് LDF-ലേക്ക് ലയിക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണ് RMP. ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചുകൂടായില്ല. കാരണം എന്താണ്? ഇത്തവണ UDF അധികാരത്തിൽ കയറിയാൽ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഒരു സ്ത്രീയാണ് KK രമ. ആ KK രമയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് വേണ്ട? എനിക്ക് UDF-ന്റെ നയങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ നാളെ LDF-മായി പൊരുത്തപ്പെട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട് മാർക്കുണ്ടാവില്ല, KK രമയ്ക്ക് ഉണ്ടാവില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഇതെല്ലാം രാജിയായി പോകേണ്ട കേസുകൾ മാത്രമാണ്. ആ KK രമ വിപ്ലവത്തിന്റെ അങ്ങേയറ്റത്തിൽ നിൽക്കുന്ന KK രമ ഈ PV അൻവർ വിളിച്ചാൽ അവിടെ ഉടനെ ചാടി കയറി റിയൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ജോയിൻ ചെയ്യും. അവർക്ക് സ്വന്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉള്ളവരാ. RMP പിരിച്ചുവിട്ടിട്ട് പോവോ? അപ്പൊ RMP ഉള്ളവർ ഇടതുപക്ഷത്തേക്ക് പോകും, സ്വാഭാവികമാണ്. CPM-ലേക്ക് ചേക്കേറും.
അല്ലാതെ അവരാരും ഇങ്ങോട്ടൊക്കെ പോവില്ല. ഈ പറയുന്ന കുഞ്ഞികൃഷ്ണനൊപ്പം എത്ര പേര് പോകാനാണ്? കുഞ്ഞികൃഷ്ണനൊപ്പം TK ഗോവിന്ദൻ മാസ്റ്റർക്കൊപ്പം എത്ര പേര് പോകാനാണ്? നാളെ എന്തെന്നറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി DMK ഉണ്ടാക്കിയിട്ട് അത് പൊളിഞ്ഞുപോയി, തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി അത് പൊളിഞ്ഞുപോയി, ഇനി റിയൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് നാളെ ഈ PV അൻവറിന് ഇത്തവണ തോറ്റുപോയി കഴിഞ്ഞാൽ PV അൻവറിന് രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ല, തീർന്നു. ആ ആളിനെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് മുൻനിരയിൽ നിൽക്കുന്ന CPM പോലെയുള്ള ഒരു പാർട്ടിയിൽ നിന്ന് എത്ര പേര് പോകാനാ? ഇവിടെ കോൺഗ്രസിൽ നിന്ന് പോകും. നാളെ അവസാനിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. കോൺഗ്രസിൽ നിന്ന് ആൾക്കാർ പോകും. ഒരാളും PV അൻവറിന്റെ പാർട്ടിയിലേക്ക് പോകുന്നില്ല. ഇപ്പൊ നിലവിൽ ഈ പലയിടത്തുനിന്നും അബദ്ധം പറ്റി ചാടി വന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഈ ചാടി കയറി ഈ ഒരുപാട് ഈ കള്ളം വന്ന് അങ്ങനെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ നമ്മൾ മതിൽ ചാടി അകത്തില്ലുമ്പോഴാ പട്ടികൾ മൊത്തം വളഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ഈ അവസ്ഥയല്ല ശരിക്കും. ഈ കള്ളനാണെങ്കിൽ മതിൽ ചാടി വീട്ടിൽ കയറുമ്പോൾ ആ മതിലിനകത്ത് പട്ടികൾ. ഈ ഒരു അവസ്ഥയാണ് ശരിക്കും ഈ PV അൻവറിന്റെ പാർട്ടിയിലേക്ക് ചാടിയവരുടെ. ഒന്നുമില്ല, തിരിച്ചു ചാടാനും പറ്റില്ല, അപകടക്കെണിയിലും ആയിപ്പോയി. ഇതാണ് അവസ്ഥ. ഇനി ഈ പറയുന്ന ഏതെങ്കിലും ഒരാളെ ഇപ്പൊ സജി മഞ്ഞക്കടമ്പിൽ നേരെ PG ജോസഫിന്റെയോ അബു ജോൺ ജോസഫിന്റെയോ കാല് പിടിച്ചിട്ട് ചേട്ടാ ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അവർ പറയും പോടെ ഇറക്കാന്ന് പറയും, നിന്നെ ഇനി പരിസരത്ത് കണ്ടുപോയിക്കെന്ന് പറയും. മോൻസ് ജോസഫ് ഇപ്പൊ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. മോൻസ് പറയും ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും, നീ പോയി പുകഞ്ഞ കൊള്ളി പുറത്താ. അതായിരിക്കും അടുത്ത ഈ പറയുന്ന LDF വിട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് PV അൻവറിന്റെ പാർട്ടിയിലേക്ക് പോയുള്ള അവസ്ഥ. PV അൻവറിന് തന്നെ സ്ഥിരതയില്ലെന്നേ. പിന്നെ എങ്ങനെയാ ഇവർ നിൽക്കുന്നത്? അപ്പൊ DMK ആയി, DMK വന്നു കഴിഞ്ഞപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആയി, തൃണമൂൽ കോൺഗ്രസ് പിന്നെ റിയൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയ പാർട്ടിയിലേക്ക് പോകുന്നു. ഇതെല്ലാം കൂടെ ആയി കഴിയുമ്പോഴേക്ക് എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സോ അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റമൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.